എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എടുത്തുചാട്ടം അത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല കെണികളിൽ നമ്മളെ കൊണ്ട് ചാടിക്കും. ഒരു കാര്യം നമ്മൾ ചെയ്യണമെങ്കിൽ പറയണമെങ്കിൽ ഒരു 9 വട്ടമെങ്കിലും ആലോചിക്കണം. എനിക്ക് എല്ലാ അറിവുകളുമുണ്ട്, അല്ലെങ്കിൽ ഏതൊരു കാര്യം എടുത്താലും ഒരു കാര്യം മാത്രമല്ല, ഏതൊരു വിഷയത്തെക്കുറിച്ചും ഞാൻ വളരെ പ്രാഗൽഭ്യമുള്ള ആളാണ്. എനിക്കതിനെക്കുറിച്ച് സംസാരിക്കാൻ അറിയാം, അല്ലെങ്കിൽ ഞാനാണെങ്കിൽ അത് അങ്ങനെ ചെയ്തേനെ ഇങ്ങനെ ചെയ്തേനെ എന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ 5 പൈസ നമ്മുടെ കയ്യിൽ വന്ന് കഴിയുമ്പോൾ ഒരു തലക്കനം വെക്കുക. അത് ആർക്കായാലും ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി കുറച്ച് പൈസ നമ്മുടെ കയ്യിൽ വന്നു തരുമ്പോൾ ഒരു അഹങ്കാരവും ഒരു തൻ്റെടവും സാമർഥ്യമൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അത് ഈ പറയുന്ന എനിക്ക് പോലും ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കാം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ പെട്ടെന്ന് ചെന്ന് ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് വീഴുന്നത്. ഓട്ടോമാറ്റിക്കലി നമ്മളെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കുറേ ആളുകൾ ഇരിക്കുന്നുണ്ട്. നമ്മളെന്താ പറയുന്നത്, നമ്മളെന്താ ചെയ്യുന്നത്, അവൻ അഹങ്കാരിയാണ് അല്ലെങ്കിൽ അവൾ അഹങ്കാരിയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് കുറേ പേര് നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കൺട്രോൾ പാലിച്ചില്ല എങ്കിൽ നമ്മളെങ്ങനെ എട്ടുകാലി വല വിരിച്ച് കാത്തിരിക്കുന്നത് പോലെ കാത്തിരുന്നിട്ട് ഒരവസരം വരുമ്പോൾ ചാടി പിടികൂടും. ഇതാണിപ്പോൾ നമ്മുടെ അഖിൽ മാരാർക്ക് സംഭവിച്ചിരിക്കുന്നത്. ബിഗ് ബോസ് വിന്നറാണ്. കുറച്ചേറെ പണം കയ്യിൽ വന്നു. മറ്റുള്ളവർ പറയുന്ന പോലെ തന്നെ ഒരു അഹങ്കാരം എനിക്ക് പലപ്പോഴും അത് ആളുടെ സംസാരത്തിലൊക്കെ തോന്നിയിട്ടുണ്ട്. ഭാര്യയാണെങ്കിലും ഈ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ പോലെ തന്നെ പണം വന്നു ചേരുമ്പോൾ മനുഷ്യന് വരുന്ന ഒരു ഓട്ടോമാറ്റിക്കലി നടക്കുന്നൊരു സംഭവമാണത്. എനിക്കും വരാം, ഇല്ലാത്തതുകൊണ്ടൊക്കെ ഇങ്ങനെ പത്തി ഒതുങ്ങി പോകണം. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത്, അതായത് ഈ സാമ്പത്തിക ഭദ്രതയൊക്കെ അല്ലെങ്കിൽ വിചാരിക്കുന്ന എന്തും നേടാം എന്നുള്ളൊരു അവസ്ഥയിൽ മനുഷ്യനെ എത്തിക്കഴിയുമ്പോൾ അവൻ പിന്നെ തലമറന്നെണ്ണ തേക്കും. പിന്നെ അവൻ എന്താ പറയുന്നത്, അവന് പിന്നെ എന്തൊരു വിഷയത്തിനും പിന്നെ അവൻ കൈ കടത്തും. അവൻ പിന്നെ അവന് എപ്പോഴെങ്കിലും എന്തെങ്കിലും കാര്യം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ 4 കയ്യടിയും കൂടെ കിട്ടിയിട്ട് പിന്നെ നോക്കണ്ട. പിന്നെ പറ്റാവുന്നതും പറ്റാത്തതും ഒക്കെ ആയ കാര്യങ്ങളൊക്കെ ചാടി ഇടപെടും. ഈ പറഞ്ഞ പോലെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിൽ, നമ്മുടെ ഇന്ത്യയിൽ ഉള്ള ഒരു സംഭവമാണ്. അപ്പം അതായിരിക്കാം ചിലപ്പം അഖിൽമാരും ഇങ്ങനൊരു വിഷയം ഇത്ര ആത്യന്തികമായി ഒക്കെ സംസാരിച്ച് ഒരാളാവാൻ നോക്കിയത്. ഞാനായിരുന്നുവെങ്കിൽ അങ്ങനെ ആയിരുന്നേനെ, ഇങ്ങനെ ആയിരുന്നേനെ എന്നൊക്കെ. ഇപ്പം ഈ ഒരു പാകിസ്ഥാൻ, ഇന്ത്യ, ഈ ഒരു പ്രശ്നത്തിൽ നമ്മുടെ ഭാരതത്തിൽ, ഇന്ത്യയിൽ എല്ലാ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമ്മുടെ പ്രധാനമന്ത്രിയോട് അനുകൂലിച്ച് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ചെയ്തത് ശരി എന്ന് സമ്മതിച്ച ഈ ഒരു സമയത്ത് വേറിട്ടൊരു അഭിപ്രായം അതാണ്. ഒരു 10 പേര് ഒരു വഴിക്ക് പോവുകയാണെങ്കിൽ 9 ആൾ ഒരു വഴിക്ക് പോവുക, മറ്റൊരാൾ നേരെ തിരിഞ്ഞു പോവുക എന്നുള്ളൊരു പ്രവണതയാണ് നമ്മുടെ അഖിൽമാരാർക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാരതം ഒറ്റക്കെട്ടായിട്ട് പ്രധാനമന്ത്രിയെ അനുകൂലിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാൾ പേരിട്ട് നിൽക്കുമ്പോൾ ഇദ്ദേഹത്തെ പിടിച്ച് അദ്ദേഹത്തെ മാറ്റിയിട്ട് ആ സ്ഥാനത്ത് ഇരുത്തൊന്നുമില്ലല്ലോ ആരും. അപ്പോൾ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് നോർമലായിട്ട് ചിന്തിച്ച് അതിനനുസരിച്ച് പോകണം. അല്ലാതെ അവരങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കാമല്ലോ എന്ന് തീരുമാനിക്കുകയും ആ ചിന്താഗതി ഇങ്ങനെ പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് അഴിച്ചുവിടുകയും ചെയ്യുന്ന സമയത്താണ് നമ്മളിലേക്ക് അറിഞ്ഞും അറിയാതെയും ഇതുപോലെയുള്ള കുറ്റാരോപണങ്ങൾ വരികയും നമ്മളതിൻ്റെ ഒരു കുറ്റവാളിയായിട്ട് മാറുകയും ചെയ്യാം. രാജ്യദ്രോഹ കുറ്റത്തിനാണിപ്പോൾ അഖിൽമാരാർക്കെതിരെ കേസ് ചുമത്തിയിരിക്കുന്നത്. ജാമ്യമില്ലാത്ത വകുപ്പാണെന്നൊക്കെയാണ് പറയുന്നത്. എന്താകും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഞാൻ പറയുന്നത്, നമുക്ക് പല അഭിപ്രായങ്ങളുണ്ടാവാം അല്ലേ. അമ്മയെ തല്ലിയാലും 2 പക്ഷം, 2 കൂട്ടർക്കും അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും. പക്ഷേ 4 ആൾ എന്ത് പറയുന്നോ അതനുസരിച്ചൊക്കെ മുന്നോട്ട് നീങ്ങിയില്ല എങ്കിൽ
ഈ മാതിരി പ്രശ്നങ്ങളൊക്കെ ചെന്ന് ചാടും. വെറുതെ എന്തിനാ നമ്മൾ നമ്മുടെ മനസ്സമാധാനം ഇല്ലാണ്ടാക്കുന്നത്? നമ്മുടെ വായി കിടക്കുന്ന നാക്കുകൊണ്ട് നമ്മൾ കണ്ട കലബലാന്നൊക്കെ പറഞ്ഞിട്ട് അത് നമുക്ക് തന്നെ മറ്റേ വാളായിട്ട് തലയ്ക്ക് മുകളിൽ വരേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കേണ്ട കാര്യമില്ല. സമാധാനമായിട്ട് ജീവിക്കുന്നത്. ഭാര്യയുണ്ട്, 2 പൊന്നു മക്കളുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്. അവരുടെയൊക്കെ കൂടെ നാട്ടു നടപ്പനുസരിച്ചിട്ടൊക്കെ അങ്ങോട്ട് നീങ്ങിയാൽ മതിയായിരുന്നു. പണമുണ്ടോ വല്ലവരും പാവങ്ങളെയൊക്കെ സഹായിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൈകാര്യം ചെയ്ത് നല്ലൊരു മനുഷ്യനായിട്ട് മുന്നോട്ട് പോയാൽ മതി. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇതുപോലെയുള്ള വലിയ വലിയ ഭാരിച്ച കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് വെറുതെ നോട്ടപ്പുള്ളി ആവേണ്ട ഒരു കാര്യവും അഖിൽമാരാർക്കല്ല, ഒരാൾക്കും ഇല്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി അതിർത്തി സേന നിന്ന് കിച്ച് കിച്ച് കിച്ചാന്നിങ്ങനെ പട്ടാളത്തിൻ്റെ കൂടെ നിന്ന് പാകിസ്ഥാനെ വെടിവെച്ച് വീഴ്ത്താനുള്ള സംഭവങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കി ആ രീതിയിൽ നിൽക്കണം. ഇത് വെറുതെ ഒരു കാറിൻ്റെ ഉള്ളിൽ ഒരു AC ഉള്ളിൽ കയറി നിന്നിട്ട് എന്ത് വിടുക വേണമെങ്കിലും പറയാം, ആർക്കും പറയും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വീണ്ടും കാണാം.